CMR ലെക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ CMR ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ കെ സുരേഷ് കുമാർ ഇഡിക്ക് മുന്നിൽ ED സമൻസിന് പിന്നാലെയാണ് കൊച്ചിയിലെ ഓഫീസിൽ ഹാജരായത്. അബ്ദുൽ നാസർ വിവരങ്ങൾ നൽകും. അബ്ദുൽ നാസർ, ഇയാളോട് എന്താണ് ചോദിച്ചറിയുന്നത്? കെ കൃഷ്ണകുമാർ എന്ന CMRന്റെ CFO ആണ് ഇപ്പോൾ ED ഓഫീസിൽ ഹാജരായിട്ടുള്ളത്, കൊച്ചിയിലെ ഓഫീസിൽ ഹാജരായിട്ടുള്ളത്. ഇദ്ദേഹത്തിന് ED സമൻസ് അയച്ചിരുന്നു. അതിനെ തുടർന്നാണ് ED ഓഫീസിൽ ഇദ്ദേഹം ഹാജരായിട്ടുള്ളത്. CMRന്റെ ഉദ്യോഗസ്ഥന്മാരിൽ പ്രമുഖനാണ് കെ സുരേഷ് കുമാർ. ഇദ്ദേഹത്തിനെതിരെ പറയുന്ന കുറ്റം 2014 മുതൽ CMRന്റെ ഭാഗമായിരുന്നു ഇദ്ദേഹം സ്ഥാപക MP ആയിരുന്ന ശശിധരൻ കർത്തിയായും ശരൺ കർത്തിയായും ചേർന്ന് സാമ്പത്തിക ഇടപാട് കേസ് വലിയ രീതിയിലുള്ള ക്രമക്കേട് നടത്തിയതിൽ പങ്കാളിയാണെന്നുള്ളതെല്ലാമാണ് അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തൽ. ഇതിന്റെ ഭാഗമായാണ് CFOനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഇവർക്ക് എല്ലാവർക്കും തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിലായിരുന്നു സമൻസ് നൽകിയിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് വീണയെ ഇത്തരത്തിൽ ED ഹാജരാക്കി വിളിപ്പിച്ചിരുന്നതും 9 മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നതും തുടർന്ന് 29-ാം തീയതിക്ക് അടുത്ത ഒരു സമൻസ് കൂടി അയച്ചിട്ടുള്ളതും. സുരേഷ് കുമാറിന്റെ ചോദ്യം ചെയ്യൽ ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. അദ്ദേഹം ഏതാണ്ട് 10:30യോടുകൂടിയാണ് ഓഫീസിൽ എത്തിയിട്ടുള്ളത്. 11 മണിയോടുകൂടി ചോദ്യം ചെയ്യൽ ആരംഭിക്കും. ഇദ്ദേഹത്തിൽ നിന്നും പ്രധാനമായും തേടുക 182 കോടിയോളം രൂപയുടെ ഇറഗുലാരിറ്റീസ് ഇവർ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിരുന്ന CFOയിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തന്നെയായിരിക്കും ED ചോദിച്ചറിയുക. 2014 മുതൽ CMRന്റെ ഭാഗമായിരുന്നു. MDയുമായി ഏറ്റവും സ്ഥാപക MDയായും നിലവിലെ MDയായും ഭരണസമിതിയുമെല്ലാം ബോർഡ് അംഗങ്ങളുമായെല്ലാം വലിയ രീതിയിൽ ബന്ധമുള്ള ആളാണ് എന്നുള്ള ഒരു കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ സമൻസും ചോദ്യം ചെയ്യുന്നത് തുടരുന്നത്. ശരി, അബ്ദുൽ നാസർ.